മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയാണ് അന്വേഷിക്കുക. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി.കെ. ജയകുമാറും സമിതിയിലുണ്ട്. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിൽ ലഭിച്ചു. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റിപ്പോർട്ടർ റോഷിപാൽ, ഇപ്പോൾ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ആരൊക്കെയാണുള്ളത്? വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുമല്ലേ? തീർച്ചയായും വിശദമായ അന്വേഷണത്തിന് തന്നെയാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിൽ വിദഗ്ധ സമിതി അംഗങ്ങളായി 4 പേരെയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി.കെ. ജയകുമാറുണ്ട്. അതിനു പുറമെ പ്രധാനമായും മറ്റു 2 പേരുള്ളത് ആലപ്പുഴയിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഗോമതി എസ് ആണ്. ഡോക്ടർ രാജീവൻ അമ്പലത്തറക്കൽ യൂറോളജി വിഭാഗം മേധാവി, അതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. അങ്ങനെ 4 പേരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹാരിസ് ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തലാണ് അന്വേഷണത്തിന് ആധാരം. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത്. അത് പ്രധാനമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ നടന്ന സംഭവമാണ്. ശസ്ത്രക്രിയ മുടങ്ങി എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ കാരണമായി പറഞ്ഞത് അവിടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളുടെ തകരാറ്, ആവശ്യമായ മരുന്നുകൾ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിന്റെ പ്രയാസമാണ് തുറന്നെഴുതിയത് ഡോക്ടർ. തുടർന്ന് അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കി. തുടർന്നാണ് അന്വേഷണത്തിന് തീരുമാനിച്ചത്. അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ 4-അംഗ സമിതിക്ക് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. ഏതായാലും ഡോക്ടർ നടത്തിയത് തെറ്റായ പ്രവർത്തനമല്ല എന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടർ ഏറ്റവും മികച്ച ഡോക്ടറാണെന്ന് മന്ത്രി വീണ ജോർജ് തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. നേരത്തെ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തേക്കുമെന്നുള്ള സൂചനകൾ വന്നപ്പോൾ KGM-CDA ഇടപെടുകയും ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ ഡോക്ടർമാർ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ ഹാരിസ് ചിറക്കലിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ സംബന്ധിച്ച വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റേത്. ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. 4-അംഗ സംഘമാണ് അന്വേഷിക്കുക. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.